നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സമരം ശക്തമാക്കി. പോലീസ് നടപടികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. കൊപ്പത്ത് നടന്ന മാർച്ച് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. നവകേരള സദസ്സിനെതിരെ സമരം ചെയ്യുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്കും മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. കൊപ്പം ഗവൺമെന്റ് ആശുപത്രി പരിസരത്തുമാണ് മാർച്ച് ആരംഭിച്ചത്. പോലീസ് സ്റ്റേഷന് സമീപം റോട്ടിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ഇതിനിടെ മാർച്ചിൽ സംഘർഷവും ഉണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഒന്നുതള്ളും ഉണ്ടായി. പോലീസ് പ്രതിഷേധക്കാരെ തടയാൻ സ്ഥാപിച്ച ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറിയായിരുന്നു പ്രവർത്തകർ മുദ്രാവാക്യം ഉയർത്തിയത്. ചില പ്രവർത്തകർ പോലീസ് പ്രതിരോധം മറികടക്കാൻ ശ്രമിച്ചതും സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. ഇവരെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കം ചെയ്തു. സമരത്തിനിടെ കൊപ്പം പുലാമന്തോൾ പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇതിനെതിരെ വാഹനയാത്രക്കാർ ഹോൺ നിരന്തരം അടിച്ച് പ്രതിഷേധിച്ചതും സമരക്കാരുമായുള്ള വാക്കേറ്റത്തിന് ഇടവരുത്തി. കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് M രാധാകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു നയാ പൈസ ഇല്ല. അപ്പോഴാണ് ഒരു പുതിയ നാടകം വരുന്നത്. നമ്മളെ പത്ര മാധ്യമ സുഹൃത്തുക്കളൊക്കെ പറയുന്നു ഇതൊരു അന്തർധാര നാടകമാണ്. എന്താണ്? കേരള ഗവർണറും CPM-ന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും തമ്മിലുള്ള ഒരു അന്തർധാര. എന്താ പറയുന്നത്? ഒരു ഗവർണർ പറയാ, ഞാൻ തെരുവിലേക്ക് ഇറങ്ങും, തടിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വന്നു. ഭരണഘടനാ സ്ഥാപനത്തിന് പോലും അപമാനമായി മാറി ഗവർണർ. ഞങ്ങൾ ഗവർണറെ പിന്തുണയ്ക്കാൻ തയ്യാറല്ല. പക്ഷേ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു ഗവർണർക്ക് യാത്ര ചെയ്യാൻ പലർക്കും അറിയാം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. അവർ മറച്ചു വെക്കുക. ഒരു VVIP-യുടെ അവകാശം എന്ന് പറയുന്നത് പ്രോട്ടോകോൾ ഇല്ല. പ്രോട്ടോകോൾ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്. VVIP-കൾ യാത്ര ചെയ്യുമ്പോ അവർക്ക് പ്രോട്ടോകോൾ ഇല്ല. എവിടെ ഇറങ്ങണം, എവിടെ പോകണം, ഏത് വഴി പോകണം എന്ന് തീരുമാനിക്കുള്ള അവകാശം VVIP-കൾക്കാണ്. പക്ഷേ ഗവർണർ കോഴിക്കോട്ടേക്ക് പോകുമ്പോ ഒരു ഗുണ്ടാന്തലവൻ 40-ലധികം ക്രിമിനൽ കേസുകളുടെ പ്രതിയായ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായ ആർഷ പറയാ, ഉന്നതനായ DGP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മോട്ടുകെട്ടി പരനാരികളെന്നും പന്നികളെന്നും ആക്ഷേപിക്കുമ്പോ മോനെ നീ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞ് തലോടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും അപമാനമാണ്. കുൽക്കല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ TK ഷുക്കൂർ, A സജീവ് കുമാർ, AK മുസ്തഫ, രാമദാസ്, നീലടി സുധാകരൻ, ജയശങ്കർ കൊട്ടാരത്തിൽ, VM മുസ്തഫ, ഗീതാമണികണ്ഠൻ, ഷെഫീന ഷുക്കൂർ, EK മുഹമ്മദ് കുട്ടിയാജി ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. ലോഡുമായി എത്തിയ ടോറസ് ലോറി ചെരിഞ്ഞ അപകടം. കൂറ്റനാട് പെരിങ്ങോട് റോഡിലാണ് കരിങ്കല്ല് കയറ്റി വരികയായിരുന്ന ലോറി അപകടത്തിൽപ്പെട്ടത്. റോഡ് നവീകരണ ജോലികളുടെ ഭാഗമായി ഒരു വശത്ത് മണ്ണ് കൂട്ടിയിട്ടിരുന്നതിനാൽ ടോറസ് ലോറി സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് സഞ്ചരിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. ലോറിയുടെ ഭാരം കാരണം ഈ ഭാഗത്തെ മണ്ണ് ഇടിഞ്ഞു താഴുകയായിരുന്നു. ഇതോടെ ടോറസ് ലോറി ഒരു വശത്തേക്ക് ചെരിഞ്ഞുവെങ്കിലും താഴ്ഭാഗത്തെ പാടത്തേക്ക് മറിയാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൂറ്റനാട് ഭാഗത്തു നിന്നും കോതച്ചിറ ഭാഗത്തേക്ക് കരിങ്കല്ല് കയറ്റി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് ക്രെയിൻ എത്തിച്ച ശേഷം മാറ്റി ലോറി സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തു. മുസ്ലിം ലീഗ് കൊപ്പം പഞ്ചായത്ത് സമ്മേളനം ഈ മാസം 22-ന് കൊപ്പത്ത് നടത്തുമെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് അഭിമാന പതാക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മുസ്ലിം ലീഗ് കൊപ്പം പഞ്ചായത്ത് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 22-ന് വെള്ളിയാഴ്ച 4 മണിക്ക് കൊപ്പത്ത് സജ്ജമാക്കിയ സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ നഗറിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ഒരു മാസക്കാലമായി വിവിധ പ്രവർത്തനങ്ങളും നടപ്പാക്കി വന്നിരുന്നു.
വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആമിയൂർ സെന്ററിൽ നിന്നും റാലിയും ഉണ്ടായിരിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തും. വി കെ ശ്രീകണ്ഠൻ MP വിശിഷ്ടാതിഥിയായിരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കൊപ്പം ടൗണിൽ വെച്ച് നടത്തുന്ന മഹാസമ്മേളനവും ആമിയൂരിൽ നിന്ന് കൊപ്പത്തേക്ക് നടത്തുന്ന 2000 ആളുകളുടെ മഹാറാലിയും നടത്തപ്പെടും. ഇതിൽ ഞങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി കെ എം ഷാജി സാഹിബും യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ സയ്യിദ് മുനവറിൽ തങ്ങളും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കും. വർഗീയ തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് മുസ്ലിം സമൂഹത്തിനുള്ള ഒഴുക്ക് തടയാൻ അവിടുത്തെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വളരെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കൊപ്പം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിൽ വിവിധ കാലങ്ങളിലായി 15 ബൈത്തുർ റഹ്മകൾ നിർമ്മിച്ചു നൽകാൻ അവിടുത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു വർഷം 20 ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തി വരികയാണ്. ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും ശക്തിപ്പെടുത്താനുമാണ് ഈ സമ്മേളനം കൊണ്ട് കൊപ്പം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. 3000 മെമ്പർമാരുള്ള കൊപ്പം പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഈ സമ്മേളനം വളരെ വലിയ ഊർജ്ജം നൽകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സമ്മേളനത്തോടനുബന്ധിച്ച് ലോഗോ പ്രകാശനം, പ്രവാസി ലീഗ് സമ്മേളനം, MSF വിദ്യാർത്ഥി സമ്മേളനം, യുവജന സമ്മേളനം, സ്വതന്ത്ര കർഷക സംഘം സമ്മേളനം, ജനപ്രതിനിധി സംഗമം, സുഹൃത്ത് സംഗമം, ലീഡേഴ്സ് മീറ്റ്, വനിതാ ലീഗ് സമ്മേളനം, ബാലകേരളം ചങ്ങാതിക്കൂട്ടം, പതാക ദിനം, തലമുറ സംഗമം, വാഹനപ്രതി ജാഥ തുടങ്ങിയ പ്രവർത്തനങ്ങളും നടപ്പാക്കി വന്നിരുന്നു. നവംബർ 12 കൊപ്പത്ത് വെച്ച് യൂത്ത് ലീഗിൻ്റെ ഫുട്ബോൾ ടൂർണമെൻറ്റ് ആദ്യപടി എന്നോളം ഞങ്ങൾ നടത്തുകയും നവംബർ 17 ആമിയൂരിൽ പ്രവാസി ലീഗ് സമ്മേളനവും നവംബർ 26 കൊപ്പത്ത് MSF വിദ്യാർത്ഥി സമ്മേളനവും നവംബർ 30 പുതിയ റോഡ് വെച്ച് യുവജന സമ്മേളനം, ഡിസംബർ 1 വിയറ്റ്നാം പടിയിൽ വെച്ച് സ്വതന്ത്ര കർഷക സംഘം സമ്മേളനം, ഡിസംബർ 2 രാവിലെ കൊപ്പത്ത് ജനപ്രതിനിധി സംഗമവും അന്ന് വൈകിട്ട് 4 മണിക്ക് സൗഹൃദ സംഗമവും, ഡിസംബർ 7 മുസ്ലിം ലീഗ് ലീഡേഴ്സ് മീറ്റ്, ഡിസംബർ 9 തൃത്താലക്കൊപ്പത്ത് വനിതാ ലീഗ് സമ്മേളനം, ഡിസംബർ 10 മേൽമുറിയിൽ ബാലകേരളം ചങ്ങാതിക്കൂട്ടം, ഡിസംബർ 14 പതാക ദിനവും, ഡിസംബർ 15 മണ്ണേങ്കോട് വെച്ച് തലമുറ സംഗമം, ഡിസംബർ 14 വാഹന പ്രചരണ ജാഥ, മുഴുവൻ ശാഖാ സമ്മേളനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. സമ്മേളനത്തിൽ വെച്ച് കൊപ്പം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് T റിയാസുദ്ദീൻ ഭൂരഹിതരായ പാവപ്പെട്ട 5 കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭൂമി നൽകുന്നതിന്റെ ആധാര കൈമാറ്റവും നടക്കും. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആധാരം സ്വീകരിക്കും. വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് E മുസ്തഫ, കൊപ്പം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് T റിയാസുദ്ദീൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി CP മുസ്തഫ, MTA വഹാബ്, KP അഷ്റഫ് തുടങ്ങിയവർ സമ്മേളന പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. പഞ്ചായത്ത് സമ്മേളനത്തിൽ വെച്ച് ഭൂരഹിതരായ പാവപ്പെട്ട 5 കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് T റിയാസ് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ ആധാര കൈമാറ്റം ബഹുമാന്യനായ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ഇതര മതസ്ഥന് അദ്ദേഹത്തിന്റെ മതാചാരപ്രകാരം അന്ത്യയാത്രയൊരുക്കിയ കുടുംബം. അലിമോനും മുഹമ്മദ് റിഷാനും ചേർന്ന് പാലക്കാട് നെന്മാറ വിത്തനശ്ശേരി രാജന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. പൊന്നാനി കുറ്റിക്കാട് പൊതുശ്മശാനത്തിലാണ് നരണിപ്പുഴയെന്ന നാടും നാട്ടുകാരും സ്നേഹത്തിന്റെ പുതിയ അധ്യായം എഴുതിയത്. നന്നമുക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന കണ്ണംചാത്ത് വളപ്പിൽ മുഹമ്മദിന്റെ അടുത്ത് 4 പതിറ്റാണ്ട് മുൻപ് രാജൻ ഭക്ഷണത്തിന് പണം ചോദിച്ചെത്തിയതാണ് തുടക്കം. രാജന് പോകാൻ ഇടമില്ലെന്നറിഞ്ഞ മുഹമ്മദ് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടി. മകനെപ്പോലെ ചേർത്ത് നിർത്തി വളർത്തി. ആ വീട്ടിലെ എല്ലാവർക്കും രാജൻ കുടുംബാംഗമായി. മുഹമ്മദ് മരിച്ചതോടെ മകൻ അലിമോന്റെ കൂടെയായി രാജന്റെ താമസം. അച്ഛനും അമ്മയും നേരത്തെ മരിച്ച രാജന് അമ്മാവൻ മരിച്ചതോടെ അവസാന ബന്ധവും അറ്റുപോയി. തിങ്കളാഴ്ച രാത്രിയാണ് രാജന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രിയ സഹോദരന് അദ്ദേഹത്തിന്റെ മതാചാരപ്രകാരം അന്ത്യയാത്രയൊരുക്കാൻ അലിമോൻ തീരുമാനിച്ചു. മൃതദേഹം വീട്ടിലെത്തിച്ചു. നാട്ടുകാരായ A സുരേന്ദ്രൻ, MS കുഞ്ഞുണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ കത്തിച്ചുവെച്ച നിലവിളക്കും നാഴിയേരിയും ഇടങ്ങഴി നെല്ലും തെച്ചിപ്പൂവും തുളസിയും ഇലയും ചന്ദനത്തിരിയും ഒരുങ്ങി. നാടൊന്നാകെ എത്തി രാജന് വിട നൽകി. തളർന്നിരുന്ന അലിമോനെ ആശ്വസിപ്പിച്ചു. സംസ്കാരത്തിന് കൊണ്ടുപോകാൻ എടുക്കും മുൻപ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം കൂടിയായ അലിമോനും സഹോദരി പുത്രൻ മുഹമ്മദ് റിഷാനും അന്ത്യചുംബനം നൽകി. അലിമോനും റിഷാനും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. ചിതയിൽ എരിഞ്ഞു തീരാത്ത അപൂർവ സ്നേഹത്തിന് സാക്ഷിയായി ഗ്രാമം ഒന്നാകെ
കുറ്റിക്കാട് ശ്മശാനത്തിലുണ്ടായിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്നും നേരെ തന്നെ രാജു മരിച്ചു എന്നുള്ള ഒരു ആ യാഥാർത്ഥ്യത്തോട് നമുക്ക് പെട്ടെന്നൊന്നും പൊരുത്തപ്പെടാൻ പറ്റിയില്ല. തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മളെ സഹപ്രവർത്തകരും ബന്ധപ്പെട്ടവരും എൻ്റെ ബന്ധുക്കളുമായിട്ട് ഞാൻ വേഗം തന്നെ ആലോചിച്ച് രാജുവിൻ്റെ ഭൗതിക ശരീരം അവൻ ജീവിച്ചു വളർന്ന ആ വീട്ടിൻ്റെ ഉമ്മറത്ത് തന്നെ കൊണ്ടുവരണമെന്നും അവരുടെ മതാചാര പ്രകാരം അത് കിടത്തണമെന്നും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആവണമെന്നും ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയും നിലവിളക്കും അതുപോലെ തന്നെ നിറപറയും മറ്റുള്ള അവരുടെ ആ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ആ രീതിയിൽ തന്നെ മതപരമായിട്ടുള്ള ആ ഒരു എല്ലാ ചിട്ടകളോടു കൂടി തന്നെ രാജുവിനെ എൻ്റെ വീടിൻ്റെ പൂമുഖത്ത് കെടുത്തുകയും ബോഡി ദഹിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന അവസരത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം എൻ്റെ വീടിൻ്റെ മുൻവശത്ത് അതിന് പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ വേണ്ട രീതിയിൽ മതാചാര പ്രകാരം തന്നെ ഇവിടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ നിർദ്ദേശാനുസരണം നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ട്. CCTV ന്യൂസ്, തൃത്താല. ഇടവേള. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. മോട്ടോർ വാഹന വകുപ്പിന്റെയും എക്സൈസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വാഹന പരിശോധന. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായായിരുന്നു പരിശോധന നടത്തിയത്. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പാലക്കാട് മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റും പട്ടാമ്പി എക്സൈസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വാഹന പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെയും നിരോധിത ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനമോടിക്കുന്നവരെയും കണ്ടെത്തുകയാണ് പരിശോധനയിലൂടെ. പട്ടാമ്പി മേഖലയിൽ നടത്തിയ പരിശോധനയിൽ നിരവധി പേർക്കെതിരെ നടപടി സ്വീകരിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. പട്ടാമ്പി ബസ് സ്റ്റാൻഡിലെ മുഴുവൻ ബസ്സുകളും സംഘം പരിശോധിച്ചു. തുടർന്ന് പട്ടാമ്പി പുലാമന്തോൾ പാതയിലും വാഹന പരിശോധന നടത്തി. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മദ്യപിച്ച് വാഹനമോടിക്കുക, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അത് ഉപയോഗിച്ച് വാഹനമോടിക്കുക, അപകടം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി സ്ക്വാഡും പട്ടാമ്പി എക്സൈസ് ടീമും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഇന്ന് ഇവിടെ ചെക്കിംഗ് നടത്തുകയാണ്. അപ്പോൾ അത് ബസ് സ്റ്റാൻഡിൽ നമ്മൾ ബസ്സുകളെല്ലാം തന്നെ പരിശോധിച്ചു, ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പരിശോധിച്ചു. അതിനുശേഷം വാഹനങ്ങൾ പരിശോധിച്ചു. വരുന്ന വാഹനങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന 4ഓളം കേസുകൾ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ബാക്കി പരിശോധന തുടരുകയാണ്. ഇങ്ങനെയുള്ള ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. തുടർ നടപടി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചവർക്കെതിരെ കുറ്റപ്രകാരം കേസെടുത്ത് ഫൈൻ അടപ്പിക്കുന്നുണ്ട്. ബൾക്കായിട്ടുള്ളതൊന്നും നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. മറ്റ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളെ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ലൈസൻസ് സസ്പെൻഷനിലേക്ക് പോകും. അങ്ങനെയുള്ള നിയമ നടപടികളിലേക്ക് തന്നെ നീങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോഷി തോമസ്, SS ശ്രീരാജ്, C ചന്ദ്രലാൽ, എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷ്, സദാനന്ദ കമ്മത്ത്, പ്രിവന്റീവ് ഓഫീസർ പ്രദീപ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ പൊന്നുവാവ, സാജിർ, മറ്റു ഉദ്യോഗസ്ഥരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് ദിനാഘോഷം കളറാക്കി മാറ്റി തൃത്താല പഞ്ചായത്ത് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾ. സാന്താക്ലോസിനൊപ്പം ആടിയും പാടിയും വർണ്ണാഭമായി അലങ്കരിച്ച പുൽക്കൂട് ഒരുക്കിയുമെല്ലാമാണ് ക്രിസ്തുമസ് ദിനത്തെ വരവേറ്റത്. പൂനിലാമഞ്ഞ് എന്ന പേരിൽ ബഡ് സ്കൂൾ അങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിച്ച നാടകം, വിവിധ കലാപരിപാടികളും ഉണ്ടായി.
ബഡ് സ്കൂളിലെ 43 കുട്ടികളും ഇവരുടെ രക്ഷിതാക്കളുമെല്ലാം ആഘോഷ പരിപാടിയിൽ പങ്കുചേർന്നു. തൃത്താല ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ അധ്യാപകരായ ഇന്ദു ഉണ്ണികൃഷ്ണൻ, ആൻസി കെ രാജൻ, ആയമാരായ വി സാജിദ, എം അനിത തുടങ്ങിയവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. പരിമിതികളെ മറികടന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ കുടുംബശ്രീ ജില്ലാതല ബഡ്സ് കലോത്സവത്തിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിന് ഓവറോൾ കിരീടം നേടാനായതിന്റെ ഇരട്ടി മധുരം കൂടി ഇവരുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിന് മാറ്റുകൂട്ടി. എല്ലാ ജനങ്ങളും അവരവരുടെ ജന്മദേശത്തേക്ക് പോയി പേരുകൾ എഴുതി ചേർക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം കടുത്ത ശിക്ഷ നടപടി. ഇന്നസെൻസ് 2023 എന്ന പേരിൽ പാലക്കാട് മേഴ്സി കോളേജിൽ നടന്ന ബഡ്സ് ഫെസ്റ്റിലാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഓവറോൾ കിരീടം നേടിയത്. 4ാം തവണയാണ് തൃത്താല ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ ഓവറോൾ കിരീടം കരസ്ഥമാക്കുന്നത്. സംഘനൃത്തം, ഒപ്പന, നാടോടി നൃത്തം, ലളിതഗാനം, നാടൻപാട്ട്, മിമിക്രി, ഫാൻസി ഡ്രസ്, കളറിംഗ് എന്നിങ്ങനെ 8 ഇനങ്ങളിലാണ് പരിമിതികളെ മറന്ന് കുട്ടികൾ പങ്കെടുത്തത്. ക്രിസ്തുമസ് ദിനാഘോഷത്തിന്റെ ഭാഗമായി മധുരപലഹാര വിതരണവും ഉച്ചയ്ക്കുള്ള ഭക്ഷണവുമുണ്ടായി. തൃത്താല പഞ്ചായത്ത് അംഗങ്ങളായ ടി.വി. സബിത, പത്തിൽ അലി, പി. വിജീഷ്, സുജാത, ഫർഹാന, ജയന്തി, ഫാത്തിമ സീനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, തൃത്താല. ചാലിശ്ശേരി CSI സെന്റ് ലൂക്സ് പള്ളിയിൽ ക്രിസ്തുമസ് ആഘോഷം തുടങ്ങി. ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പള്ളിക്ക് മുൻവശം 20 അടി ഉയരത്തിൽ വലിയ വാൽനക്ഷത്രം സ്ഥാപിച്ചു. രാത്രിയിൽ പ്രകാശിക്കുവാൻ 20 LED ട്യൂബുകളും ക്രിസ്മസ് ആശംസകൾ നേർന്നുള്ള സ്റ്റിക്കറുകളും നക്ഷത്രത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇടവക വികാരി ഫാദർ KC ജോൺ ആശീർവാദം നടത്തി. ഇടവക സീനിയർ അംഗം CM പീറ്റർ നക്ഷത്രം സ്വിച്ച് ഓൺ ചെയ്തു. ഇടവകയ്ക്ക് കീഴിലുള്ള എല്ലാ വീടുകളിലും പള്ളിക്ക് സമീപമുള്ള വീടുകളിലും ക്രിസ്തുമസ് സന്ദേശം അറിയിച്ചുള്ള കരോളിൻ ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ചു. മധുരവിതരണവും നടത്തി. കരോൾ 22-ന് സമാപിക്കും. 24-ന് ഞായറാഴ്ച വൈകിട്ട് സൺഡേ സ്കൂൾ വാർഷികം ഓട്ടുപാറ പള്ളി വികാരി ഫാദർ സാബു കെ ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ക്രിസ്മസ് സന്ദേശവും നൽകും. 25-ന് തിങ്കളാഴ്ച രാവിലെ 7-ന് ക്രിസ്മസ് തിരുവത്താഴ ശുശ്രൂഷ നടക്കും. നക്ഷത്രങ്ങൾ ഒരുക്കുന്നതിന് ഇടവക വികാരി ഫാദർ KC ജോൺ, യുവജന പ്രസ്ഥാന അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ചരമം. ചാത്തന്നൂർ കക്കാട്ടുമന ശങ്കരൻ നമ്പൂതിരിപ്പാട് നിര്യാതനായി. 90 വയസ്സായിരുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു പരേതൻ. ശ്യാമ അന്തർജനമാണ് ഭാര്യ. ഗീത, ബിജു എന്നിവർ മക്കളാണ്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.